എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വാഴക്കൊലയൊക്കെ വെട്ടി വെക്കുന്ന സമയത്ത് പഴമൊക്കെ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് പഴുക്കും അല്ലേ, നല്ല കറുത്ത കളർ വന്നാൽ ആരും കുട്ടികളൊന്നും തൊടൂല അല്ലേ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴങ്ങൾ ഇടിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ പലഹാരം എന്ന് മാത്രമല്ല പലതരത്തിൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൊന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പഴമൊക്കെ ഇടിഞ്ഞെടുത്തതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. അപ്പോൾ 1/2 ഗ്ലാസ് മൈദ. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ ഒരു 5-6 പഴമൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് മൈദ മതി. പഴത്തിൻ്റെ അളവ് കൂട്ടുക വെച്ചാൽ മൈദയുടെ അളവും കൂട്ടണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണിൻ്റെ നമ്മൾ കുറച്ച് ഒരു സോഡ, ബേക്കിംഗ് സോഡ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവം പോലെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് തുടച്ചതിന് ശേഷം മാവ് അതിലേക്ക് കോരി ഒഴിച്ചും കൊണ്ട് നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തട്ടിലേക്കൊക്കെ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച.